ഹായ് ഫ്രണ്ട്സ്, ഗീത ഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സിഗരറ്റിന് വേണ്ടി കാത്തിരിക്കാൻ കേട്ടോ നമ്മുടെ ഗോവിന്ദ്. ഇവൻ എന്താ സിഗരറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോയതാണോ? ആൾക്കിവിടെ ടെൻഷൻ അടിച്ചിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരാൾ ഏണിയും കൊണ്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. ഹലോ ചേട്ടാ, വല്ല സിഗരറ്റും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ബീഡിയും തീപ്പെട്ടിയും ഉണ്ട് മോനെ. സാറിൻ്റെ താടിക്ക് തീ പിടിക്കാതിരിക്കാൻ സാറ് തന്നെ കത്തിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ആ ബീഡി വലിക്കണ സമയത്ത് ഗോവിന്ദ് ഇങ്ങനെ ചുമച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ അയ്യപ്പേട്ടൻ ഗീതുവിനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കൂട്ടി കൊണ്ടുവരികയാണ് കേട്ടോ. എന്നിട്ട് ഗോവിന്ദിനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് കാണുന്നത് ഈ ബീഡി വലിക്കുന്നതാണ്. അയ്യോ, ഇതും തുടങ്ങിയോന്ന് ചോദിച്ചിട്ട് ഗോവിന്ദിന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ ഗീതു. തുടർന്ന് ഗീതു, കണ്ണേട്ടാ ഇതെപ്പോൾ തുടങ്ങി? കഞ്ചാബ് വലി എപ്പോൾ തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഇത് കഞ്ചാബല്ല ബീഡിയാണ് ഗീതു എന്ന് പറയണേ. കഞ്ചാബ് ബീഡി എന്ന് പറ മോളെ, വേണ്ടാത്തത് ഓരോന്ന് പറയില്ലെന്ന് അയ്യപ്പേട്ടൻ പറയുമ്പോൾ അയ്യപ്പേട്ടനോട് എനിക്ക് നന്ദിയുണ്ട്, അയ്യപ്പേട്ടൻ എന്നെ കൊണ്ട് കാണിച്ചു തന്നല്ലോ കണ്ണേട്ടൻ കഞ്ചാബ് വലിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അയ്യപ്പേട്ടാ എന്ന് വിളിക്കാൻ കേട്ടോ. എൻ്റെ ഗീതു, ഇത് കഞ്ചാവ് ഒന്നല്ല ബീഡിയാണ്, വേണമെങ്കിൽ നീ ഒന്ന് വലിച്ചു നോക്കെന്ന് പറയുമ്പോൾ ഇത് അത് വാങ്ങി വലിച്ചെറിയണേ. എന്നിട്ട് പറയുന്നുണ്ട്, ഏതെങ്കിലും അഡിക്ഷൻ കേന്ദ്രത്തിൽ പോകണം, കഞ്ചാവിന് അടിമയാണ് കണ്ണേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആർക്കും അടിമയൊന്നല്ല, അയ്യോ വയലന്റ് ആയി എന്ന് പറയാൻ കേട്ടോ ഗീതു. എൻ്റെ ഗീതു ഒന്ന് എന്നെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഇതേ ഇപ്പൊ കരച്ചിലായി. കഞ്ചാവ് 5 നിറം കാണിക്കും എന്ന് പറഞ്ഞത് വെറുതെ അല്ല എന്നൊക്കെ പറയാൻ കേട്ടോ നമ്മുടെ ഗീതു. അപ്പോൾ ആ കളഞ്ഞ ബീഡി എടുത്തിട്ട് അയ്യപ്പേട്ടൻ വലിച്ചു നോക്കുകയാണേ. അയ്യോ, ഇത് കഞ്ചാവല്ല മോളെ, വെറും ബീഡിയാണ്, മോൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി പരിശോധിച്ചോ എന്നൊക്കെ പറയണേ. അയ്യപ്പേട്ടൻ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കാം, ഈ ഒരു പേപ്പർ പോലും ചുരുട്ടി വലിക്കരുത്, വലിച്ചു കുടിച്ചു എന്ന് ഞാൻ അറിഞ്ഞ എന്റെ വിശ്വരൂപം കാണും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കണ സമയത്ത് മറ്റൊരാൾ സിഗരറ്റും കൊണ്ടുവരികയാണ് കേട്ടോ ഗോവിന്ദിന്റെ അടുത്തേക്ക്. ഇതാ സാർ സിഗരറ്റ് എന്ന് പറയുമ്പോൾ അയ്യോ ഇത് എനിക്കെന്തിനാ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അല്ല സാറല്ലേ പറഞ്ഞ എന്തോ എണ്ണയിൽ മുക്കിയിട്ട് സിഗരറ്റ് വലിക്കണമെന്ന് പറയുമ്പോൾ ഇത് പറയുന്നുണ്ട്, കഞ്ചാവെണ്ണയിൽ മുക്കിയിട്ട് സിഗരറ്റ് വലിക്കാനായിരുന്നല്ലേ പ്ലാൻ, ഇത്രയ്ക്കും ലഹരിക്ക് അടിമയെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയണേ. എന്നിട്ട് ആ സിഗരറ്റ് വാങ്ങി വലിച്ചെറിഞ്ഞിട്ട് ഇതും അങ്ങ് ദേഷ്യത്തോടെ പോവാണ് കേട്ടോ. തുടർന്ന് ഗീതു അങ്ങനെ ഓരോ ഡ്രസ്സ് എടുത്തിട്ട് അൾമാരിയിൽ നിന്ന് വലിച്ചെറിയണേ, കഞ്ചാവ് ഓയിൽ എവിടെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ആ സമയം നമ്മുടെ ഗോവിന്ദ് അങ്ങോട്ട് ചെല്ലാണ്. എന്താണ് ഗീതു, അനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടെയാ അത് വെച്ചത് എന്ന് പറ. എന്തെന്ന് ചോദിക്കുമ്പോൾ കഞ്ചാവ് ഓയിൽ എവിടെ വെച്ചത് എന്ന് പറ. എൻ്റെ ഗീതു, ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും അത് കണ്ടിട്ടില്ല, നിങ്ങൾ ഹാഷിഷ് ഓയിൽ ഉപയോഗിക്കാറുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഗീതു, അത് ഹാഷിഷ് ഓയിലല്ല, ആക്സിസ് ഓയിലാണ്, എനിക്ക് ഭയങ്കര തലവേദന, അതുകൊണ്ട് ഞാൻ സിഗരറ്റിൽ മുക്കിയിട്ടൊന്ന് വലിച്ചു നോക്കാമെന്ന് കരുതി എന്ന് പറയുമ്പോൾ എന്ത് കോടാലി തൈലമോ? അതെ എന്ന് പറയാം കേട്ടോ നമ്മുടെ ഗോവിന്ദ്. കോടാലി തൈലമാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, അതല്ല എന്നെ വിധവയാക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ അത് വിധിയാണെന്ന് കരുതി ഞാൻ ആശ്വസിക്കും എന്ന് പറയാം കേട്ടോ ഗീതു. എന്തിനാ ഇത്ര ടെൻഷൻ എന്ന് ചോദിക്കുന്നുണ്ട് ഗീതു. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിലോർക്കുക, നിന്നോടുള്ള പ്രേമം തുറന്നു പറയാൻ പറ്റാത്തതില്ല ടെൻഷനാണ് എൻ്റെ ഗീതു. ഇങ്ങനെ മനസ്സിലോർത്തോണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്ന് എനിക്കറിയാം, രഞ്ജുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലുള്ള കോലാഹലത്തെ പറ്റി ആലോചിച്ചിട്ടല്ലേ, അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയണ്ട കേട്ടോ ഗീതു. ആ സമയം ഗോവിന്ദ് അങ്ങ് പോവാണ് കേട്ടോ. ഗോവിന്ദാണെങ്കിൽ ബാൽക്കണിയിൽ നിൽക്കണ സമയത്ത് അയ്യപ്പേട്ട അങ്ങോട്ട് വരികയാണ് കേട്ടോ. പ്രായത്തെ ഓർത്തെങ്കിൽ എന്നെ ചീത്ത വിളിക്കരുത് കുഞ്ഞെ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ചതിയിലേക്ക് തള്ളിവിട്ട ദുഷ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗോവിന്ദ്. കുഞ്ഞിന്റെ പ്രേമം പറയാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ പുകച്ചു തള്ളുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഗീതു കുഞ്ഞ് പറഞ്ഞതിലും കാര്യമില്ലേ, പുകവലി ആരോഗ്യത്തിന് ഹാനികരാ, ഭർത്താവിന്റെ കാര്യങ്ങൾ ഭാര്യ നോക്കണ്ടേ, അതുകൊണ്ടല്ലേ കുഞ്ഞ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയണേ. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അവളാരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗോവിന്ദ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിനോടുള്ള സ്നേഹം എത്രമാത്രമായിരിക്കും നമ്മുടെ ഗീതു കുഞ്ഞിന് എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവന്നല്ല, പുകവലിയും കൂടെ കഴിഞ്ഞാൽ ഞാൻ തട്ടിപ്പോയാൽ അവൾ വിധവയാവുമല്ലോ എന്നാലോചിച്ചിട്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ അയ്യപ്പേട്ടനോട്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് വിലാസിനി വന്നിറങ്ങാം കേട്ടോ ഒരു ഓട്ടോയിൽ. ഗീതുവും രേഖയും കാഞ്ചനക്കയും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് വിലാസിനി കയറി ചെല്ലാണ് കേട്ടോ. കാഞ്ചന പറയുന്നുണ്ട്, ഗീതു പാപ്പയുടെ അമ്മ വരുന്നുണ്ട്, എന്താ അമ്മയെന്ന് ചോദിച്ചിട്ട് ഗീതു അങ്ങോട്ടേക്ക് ചെല്ലാണ്. ഒന്നുമില്ല മോളെ, ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു സദ്യ ഉണ്ടാക്കി, അതിൽ നിന്ന് കുറച്ച് നിനക്കും തരാമെന്ന് കരുതി വന്നതാ എന്ന് പറയാൻ കേട്ടോ. അപ്പൊ അത് കാണുമ്പോൾ ഗീതു പറയുന്നുണ്ട്, എന്തോ വലിയ കാര്യസാധ്യത്തിന് വേണ്ടി വന്നതാണല്ലോ. കേൾക്കുമ്പോൾ രേഖ പറയാണ്, ആന്റിയോട് ഇങ്ങനെയൊന്നും പറയല്ലേ ഗീതു, കണ്ടിട്ട് എന്തോ ഒരു സങ്കടം പറയാൻ വേണ്ടിയിട്ട് വന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയണേ. അതേ മോളെ, ഞാനൊരു വലിയ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് വന്നതാ, എൻ്റെ കൈകൊണ്ട് ഒരു ഉരുള ചോറ് എനിക്ക് ഊട്ടിത്തരുവാനൊരു ആശ എന്ന് പറയണേ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗീതുവിന് എന്തോ പോലെ തോന്നുന്നുണ്ട്. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, ചോറ് ഉരുള കൊടുക്കുന്ന സമയത്ത് ചോറ് ഉരുട്ടി എനിക്ക് തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയണേ.
ഇത് കേൾക്കുന്ന കാഞ്ചന പറയുന്നുണ്ട്, ഇന്റെ പ്രായത്തിൽ ലാസിനി മാമി ചോറ് ഉരുട്ടി കൊടുത്താൽ അതിൽ വിഷമുണ്ടോന്ന് സംശയിക്കണം എന്ന് പറയുമ്പോൾ അതും കേട്ടുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് വരികയാണ്. കാഞ്ചനെ, നിനക്ക് നിന്റെ അമ്മ വിഷം ഉരുട്ടി തന്നിട്ടാണോ നീ ഇവിടം വരെ എത്തിയത്? വീട്ടിൽ വരുന്നവരോട് ഇത്രയും അപമര്യാദയായിട്ട് സംസാരിക്കാൻ നിന്നെ ആരാ പഠിപ്പിച്ചത്? രേഖ, ഇവൾക്ക് ഇതിനുള്ള ലൈസൻസ് ആരാ കൊടുത്തതെന്ന് പറയുന്നുണ്ട്. സോറി ഗോവിന്ദേട്ടാ, കാഞ്ചനെ നീ അകത്ത് പോ എന്ന് പറഞ്ഞിട്ട് ആ കാഞ്ചനയെ അവിടുന്ന് ഓടിക്കാണ് കേട്ടോ. അങ്ങനെ ഗോവിന്ദിനെ കാണുമ്പോൾ ലാസിനി എണീറ്റ് പോയിട്ട് ഗോവിന്ദിനോട് പറയുന്നുണ്ട്, മോനോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന കാര്യം. അപ്പൊ ഗീതു അങ്ങോട്ടേക്ക് വരികയാണേ. അപ്പൊ ഗീതുവിനോട് പറയുന്നുണ്ട്, അമ്മ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ മോൾ എടുത്തു വെക്കി എന്ന് പറഞ്ഞിട്ട് അമ്മ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിന്റെ കൂടെ അങ്ങോട്ടേക്ക് മുകളിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ, ഞാൻ ഒരുപാട് വിഡ്ഢിത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതുവരെ എൻ്റെ ഭർത്താവിൻ്റെ കൂടി ഒരുപാട് കള്ളത്തരവും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തലവേദന എന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മുമ്പിൽ ഞാൻ മോശപ്പെട്ട അമ്മയായിരുന്നല്ലോ. പുലി വരുന്നേ എന്ന് പറഞ്ഞു നടന്ന ഒരു കുട്ടിയുടെ അവസ്ഥയാണ് എനിക്കിപ്പോൾ. അവസാനം ശരിക്കും പുലി വന്നപ്പോൾ ആരും കൂടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കരയാണ് കേട്ടോ. കരയണ്ട, ഇതൊരു ചെറിയ സർജറി കൊണ്ട് പരിഹരിക്കാവുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇതും കേട്ട് നിൽക്കുകയാണ് നമ്മുടെ ഗീതു. അമ്മയ്ക്ക് സർജറിയോ എന്നും പറഞ്ഞിട്ട് ഞെട്ടാണ്. ചെറിയ സർജറി ഒന്നുമല്ല, ബ്രെയിൻ ട്യൂമർ വന്ന ഒരാൾക്ക് ഇനിയൊരു സാധ്യത ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്ന് പറയാൻ കേട്ടോ വിലാസിനി. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ഗീതു ഞെട്ടിത്തരിച്ച് നിൽക്കുന്നതാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.